അപ്പോൾ ടെൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ഘട്ടം നമ്മൾ തീർത്തു, ഒരു പോർഷൻ തീർത്തു, പ്രസൻറ്റ് ടെൻസ്. അതിന് 4 എണ്ണം: സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. മേലെ കൂടിയുള്ള കുറേ റൂൾസും ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഗഹനമായി അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ആ അറിവിൻ്റെ ആഴം വരുക. ഇനി പാസ്റ്റ് ടെൻസിലേക്ക് കയറലായി. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ ചെയ്ത് കഴിഞ്ഞ സമയം. പ്രസൻറ്റ് ടെൻസ് പറഞ്ഞാൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, വർത്തമാനകാലം. ഇത് ചെയ്ത് കഴിഞ്ഞ സമയം, ഇന്നലെ, മിനിയാന്ന്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, 2010, 2005, 1400 അല്ലെങ്കിൽ BC ഇത്ര അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞ സമയമില്ലേ, അതിനാണ് ഭൂതകാലം എന്ന് പറയുന്നത്. ഇനി എൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ഞാനിതിൻ്റെ ആദ്യം ഇൻട്രൊഡക്ഷൻ നടത്തുമ്പം പറഞ്ഞിരുന്നു 3 ടെൻസാണ് ഇംഗ്ലീഷിലുള്ളത്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം. അതിനും 4 സബ് ഡിവിഷൻ ഉണ്ട്. പ്രസൻറ്റ് ടെൻസിന് എന്ന പോലെ പാസ്റ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും ഒക്കെ 4 സബ് ഡിവിഷൻസ് ഉണ്ട്, ഉപവിഭാഗം. വെർബിൻ്റെ, അതായത് ക്രിയയുടെ പ്രവർത്തന രീതിക്കനുസരിച്ച് ഇതിന് 4 ഉപവിഭാഗങ്ങളുണ്ട്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ 4 സബ് ഡിവിഷൻസ് ഏതെന്ന് ചോദിച്ചാൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി അതിലെ നമ്മൾ പോകുന്നത്, അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൻ്റെ ആദ്യത്തത്. പക്ഷെ നമ്മൾ ഓർഡർ പ്രകാരം എടുക്കുന്നുണ്ടെങ്കിൽ ടെൻസിലെ 4 എണ്ണം കഴിഞ്ഞു, ഇനി 5ാമത്തത്. പാസ്റ്റ് ടെൻസിൻ്റെ 1 മൊത്തം പറയുമ്പോൾ 5ാമത്തത് ഏതാ? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പ്രസൻറ്റ് പഠിച്ച കുട്ടിക്ക് സിമ്പിൾ പാസ്റ്റ് മനസ്സിലാവും. വർത്തമാനകാലത്ത് നാം ചെയ്യുന്ന ലളിതമായ ക്രിയ, ഉറപ്പില്ലാത്ത ക്രിയകളാണ് സിമ്പിൾ പ്രസൻറ്റ്. ഇതേപോലെ ഭൂതകാലത്തിൽ നമ്മളൊരു ക്രിയ ചെയ്തു എന്ന് മാത്രം, അതായത് ചെയ്തു, അങ്ങനെ ഇങ്ങനെ ഒരു സഡൻ ആക്ഷൻ ഇല്ലേ. ഞാൻ ഇന്നലെ അവിടെ പോയി, അവൻ ഇന്നലെ ഇവിടെ വന്നു, അവൾ 2 ദിവസം മുമ്പേ എന്നെ കണ്ടു, പോയി, വന്നു, ഇങ്ങനെയുള്ള സഡൻ ആക്ഷൻ ഇല്ലേ ഭൂതകാലത്തിൽ. അത് ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വാചകം പറയേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പം ആരാണോ വാചകത്തിലെ സബ്ജക്റ്റ്, കർത്താവ്, അത് കഴിഞ്ഞുടനെ പാസ് വെർബ് എഴുതണം. പാസ് വെർബിനാണ് നിങ്ങളുടെ തലമുറ V2 എന്ന് പറയല്. വെർബിൻ്റെ സെക്കൻഡ് ഫോം, വെർബിൻ്റെ 2ാം രൂപം V2, 2. ഇപ്പോൾ ഗോ എഴുതിക്കൂടാ, വെൻറ്റ്, ഗോൺ, ഇങ്ങനെ 3 രൂപമില്ലേ ഇനി. അതിൽ ഗോ V1 ആണ്, വെൻറ്റ് എന്നുള്ളത് V2, ഗോൺ എന്നുള്ളത് V3. അതിൽ ഈ വെൻറ്റാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് V2. ഇത് സബ്ജക്റ്റിൻ്റെ കൂടെ നേരിട്ട് എഴുതല്. അതിൻ്റെ ഇടയിൽ ഓക്സിലറി വെർബിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു സ്ട്രോങ് വെർബാണ്, ശക്തനായ ക്രിയയാണ്. ശക്തിയുള്ളവരെ ആരെങ്കിലും സഹായിക്കാൻ നോക്കുമോ? പ്രസൻറ്റ് വെർബും പാസ്റ്റ് വെർബും ഒക്കെ ഇങ്ങനെ സ്ട്രോങ് വെർബാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓക്സിലറി വെർബൊന്നും വരില്ല. ഇത് സബ്ജക്റ്റിൻ്റെ കൂടെ നേരിട്ട് എഴുതുന്ന സെൻറ്റൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. മനസ്സിലായില്ലെങ്കിൽ, ഷീ വെൻറ്റ് ടു സ്കൂൾ. See this sentence here, she is the subject, went is the verb, and this verb is V2 or past verb. But subject comes along with the past verb, so this sentence is in simple past tense. കണ്ടോ, സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് വെർബ് നേരിട്ടങ്ങ് വന്നു, അതുകൊണ്ടിത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വാചകമാണ്. അർത്ഥം എന്താ? അവൾ സ്കൂളിൽ പോയി. എന്നാൽ അങ്ങോട്ട് നോക്ക്, നേരത്തെ ഒരു പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചിട്ടില്ലേ? സബ്ജക്റ്റിൻ്റെ കൂടെ ഹാസും ഹാവും ചേർത്തിട്ട് V3 വെർബ്, അത് അങ്ങനെയൊക്കെയല്ല. ഇതിനാ ഷീ ഹാസ് വെൻ്റല്ല, അന്നേരം ഗോൺ. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. ഇതിൻ്റെ അർത്ഥമോ അവൾ സ്കൂളിലേക്ക് പോയി. ഇതോ അവൾ സ്കൂളിലേക്ക് പോയി. രണ്ടും സെയിം മീനിങ് ആണ്. അപ്പോൾ പിന്നെ എന്തിനു ഒന്ന് പോലെ ചോദിക്കും, പോരാ, സെയിം മീനിങ് ഒന്നല്ല. ആദ്യത്തത് ഷീ വെൻറ്റ് ടു സ്കൂൾ, അതിൻ്റെ അർത്ഥം അവൾ സ്കൂളിലേക്ക് പോയി. ആ പോയി എന്നുള്ളത് ഇന്നലെയോ മിനിയാന്നോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ 2 കൊല്ലം മുമ്പേ ആറ്റം പോയതാണ്. ഭൂതകാലത്തിൽ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ, അവൾ സ്കൂളിൽ പോയി തന്നെ. പക്ഷേ അത് ഇന്നോ ഇപ്പോഴോ ഈ ആഴ്ചയോ ഈ മാസമോ ഈ ദിവസാറ്റം പോയി എന്നാണ്. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അവൻ ഇവിടെ നിന്ന് പോയി,
അത് ഇന്നോ ഇപ്പോഴോ ആണെങ്കിൽ ഹി ഹാസ് ഗോൺ. എന്നാൽ അവൻ ഇന്നലെയോ പിന്നെയാണെന്നോ കഴിഞ്ഞ ആഴ്ചയായിട്ടും പോയി, അവിടെ ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞൂടാ, ഹി വെൻറ്റ്. മനസ്സിലായിട്ടില്ലേ? ഞാൻ 2010 SLC പാസ്സായി. ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ പാസ്ഡ്. കണ്ടോ, ഐ കഴിഞ്ഞ പാട് പാസ്റ്റ് വർബ് പാസ്ഡ്. ഐ പാസ്ഡ് SSLC ഇൻ 2010. ഐ പാസ്ഡ്, സിമ്പിൾ പാസ്റ്റിൽ. എന്നാൽ ഈ വർഷം ഞാൻ SLC പാസ്സായി. ഈ വർഷം എന്ന് പറഞ്ഞാൽ ഭൂതകാലമല്ല. എന്നാൽ പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പോരെ, ഈ വർഷമാണ്, ദിസ് ഇയർ ആണ്. അപ്പോൾ ആ സെൻറ്റൻസ് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞുകൂടാ, പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയണം. ഐ ഹാവ് പാസ്ഡ്. കണ്ടോ, ഐ കഴിഞ്ഞിട്ട് ഹാവ് എന്നിട്ട് V3. ഐ ഹാവ് പാസ്ഡ് SLC ദിസ് ഇയർ. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഞാനൊരു ഇംഗ്ലീഷ് വാചകം പറഞ്ഞു അയാൾക്ക് തിരിഞ്ഞിട്ടില്ല, അയാൾ എന്തല്ലോ പറയുന്നതെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അവൻ എന്നെ കുറച്ചു മുമ്പേ കണ്ടു. സേ ഇൻ ഇംഗ്ലീഷ്, ഹി ഹാസ് സീൻ മീ റീസെൻ്റ്ലി, അല്ലെ ലേറ്റ്ലി, അല്ലെ ഓൾറെഡി, അല്ലെ സോ ഫാർ. ഹി ഹാസ് സീൻ, കാരണം കുറച്ചു മുമ്പേ ആണ്, ഇന്നലെ ഇങ്ങനെയൊന്നുമല്ല. എന്നാൽ അവൻ ഇന്നലെ എന്നെ കണ്ടു. ഹി സോ മീ. കണ്ടോ, SAW, സീൻ്റെ V2 ആയ സോ. ഹി സോ മീ യെസ്റ്റർഡേ. രണ്ടും സാധാരണഗതിയിൽ അർത്ഥം പറയുമ്പോൾ അവൻ എന്നെ കണ്ടു തന്നെ, പക്ഷെ ഒന്ന് ഇന്നലെയാണോ ഒന്ന് ഇന്നാണെന്ന് ഓർമ്മിക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പം തികച്ചും ഭൂതകാല സമയത്ത് ചെയ്ത ഒരു പ്രവൃത്തി പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് വാചകം പറയുക. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയുമ്പം ആരാണോ അതിലെ സബ്ജക്റ്റ് അതിൻ്റെ കൂടെ പാസ്റ്റ് വെർബ്, അതായത് V2 നേരിട്ടങ്ങ് എഴുതണം. ഇനി ഈ ടെൻസിൻ്റെ 2 യൂസാണ് ഞാൻ പറയുന്നത്, 2 ഉപയോഗം. ഇംഗ്ലീഷുകാരൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് 2 തരത്തിലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കൽ, അതിൽ വാചകം പറയൽ. അതിലൊന്ന്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് along with a past time. ഒരു പാസ്റ്റ് ടൈമിൻ്റെ കൂടെ മലയാളം ഒരു ഭൂതകാല സമയം ഒരു ഇംഗ്ലീഷിൽ നിങ്ങളൊരു വാചകത്തിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ആ വാചകം സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് പറഞ്ഞോളൂ. ഭൂതകാല സമയം മലയാളത്തിലെ ഇന്നലെ, മിനിയാന്ന്, തലേ ദിവസം, കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പേ, പിന്നെ അതും പഴയ കൊല്ലം 1500, 1498, 2010, 2005, 2019. ഇങ്ങനെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു സമയം, ഭൂതകാല സമയം, അതായത് ഇംഗ്ലീഷിൽ പാസ്റ്റ് ടൈം എന്ന് പറയും, അതൊരു വാചകത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ആ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയണം. ഭൂതകാല സമയങ്ങളിൽ ഇംഗ്ലീഷിൽ പറയാലോ, ഇപ്പോൾ മലയാളമല്ലേ പറഞ്ഞത്. ഇന്നലെ എന്നുള്ളതിന് എസ്റ്റർഡേ, YESTRDAY, എസ്റ്റർഡേ. കഴിഞ്ഞത് എന്ന് പറയാൻ ലാസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയില്ല, അതിന് അവസാനം എന്നുള്ളൊരു അർത്ഥമുണ്ട്, അത് കൂടി എടുക്കല്ലേ. കഴിഞ്ഞത്, ലാസ്റ്റ്. ഇപ്പോൾ ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസം, ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം. അതുപോലെ മുമ്പേ എന്ന് പറയാൻ എഗോവും ബിഫോറും, AGO, എഗോ, മുമ്പേ, ബിഫോറും മുമ്പേ. ദ പ്രീവിയസ് എന്ന് പറയുന്നുണ്ട് മുമ്പേ, ഏർലിയർ എന്നെല്ലാം പറയുന്നുണ്ട്, അതല്ല ഇത് ഏതാലോ. യെസ്റ്റർഡേ, എഗോ, ബിഫോർ, ലാസ്റ്റ്, ദ പ്രീവിയസ്, ഇതൊക്കെ മുമ്പേ. അതുപോലെ ഏർലിയർ. പിന്നെ ഏതെങ്കിലും പഴയ വർഷങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ 2010, 1400, 1498 അല്ലെങ്കിൽ 1998, ഇങ്ങനെ ഏതെങ്കിലും ഭൂതകാല സമയങ്ങൾ നമ്മളൊരു ഇംഗ്ലീഷ് വാചകത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇതിനാണ് പാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അവിടെ പിന്നെ ഒരു സംശയത്തിനും ഇടയില്ല, ദാറ്റ് സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നോക്കുക, ഒരു PSC ക്വസ്റ്റ്യൻ. ദ ഓൾഡ് മാൻ ഡാഷ് ഹിയർ ലാസ്റ്റ് നൈറ്റ്. ഓപ്ഷനിൽ കം, കംസ്, കെയിം, ഹാസ് കം. ഹാസ് കെയിം അല്ല, ഹാസ് കം. V3 കമ്മാന്നേ, കം, കെയിം, കം. കം V1, കെയിം V2, കം തന്നെയാണ് V3. റൺ, റാൻ, റൺ, കം, കെയിം, കം. സിറ്റ്, സാറ്റ്, സിറ്റ്.
ചില വെർബിൻ്റെ V1 ഉം V3 ഒന്ന് തന്നെ ആയിരിക്കും. സിറ്റ്, സാറ്റ്, സിറ്റ്. കം, കെയിം, കം. റൺ, റാൻ, റൺ. കണ്ടില്ലേ, ചില വെർബിൻ്റെ V1 ഉം V3 ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ദ ഓൾഡ് മാൻ ഡാഷ് ഹിയർ ലാസ്റ്റ് നൈറ്റ്. ക്ലൂ ഉണ്ട്. വിട്ട ഭാഗത്തിന് മുമ്പിൽ ദ ഓൾഡ് മാൻ എന്ന സബ്ജക്റ്റ് ഉണ്ട്. അതിനേക്കാൾ വലിയൊരു ക്ലൂ ഇതേ വാചകത്തിൽ ലാസ്റ്റ് നൈറ്റ് എന്ന സമയവാക്ക്. ഇതിനർത്ഥം അവസാന രാത്രി എന്ന് എടുക്കല്ലേ, കഴിഞ്ഞ രാത്രി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടൈമാണ്. ഇങ്ങനത്തെ ടൈം വരുമ്പോൾ സിമ്പിൾ പാസ്റ്റേ പറ്റുള്ളൂ. കമ്മ് പ്രസൻ്റാണ്, കംസും പ്രസൻ്റാണ്, കെയിമാണ് ആ പാസ്റ്റ് വർബ്. ഇത് എഴുതിയവർ ജയിച്ചു. സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് വർബ്. ഇതാണ് V2 അല്ലെങ്കിൽ പാസ്റ്റ് വർബ്. തിരിഞ്ഞല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ. വാസ്കോ ഡ ഗാമ ഡാഷ് അറ്റ് കോഴിക്കോട് in 1498. വാസ്കോ ഡ ഗാമ ഡാഷ് അറ്റ് കോഴിക്കോട് ഇൻ 1498. 1498. ഇതാ ക്ലൂ. ഇതാ 1498. ഇതിപ്പോൾ 2020. അപ്പോൾ ഒരു ഭൂതകാല സമയം. ഇത് ഭൂതകാല സമയം തന്നാൽ സിമ്പിൾ പാസ്റ്റ്. ഉത്തരം കണ്ടോ? ഹാസ് ലാൻഡഡ്, ഹാഡ് ലാൻഡഡ്, ലാൻഡഡ്, ലാൻഡ്സ്. ഏതാ ശരി? ലാൻഡഡ്. സബ്ജക്റ്റിൻ്റെ കൂടെ നേരിട്ട് പാസ്റ്റ് വർബ്. ഹാസ് ചേർത്തിട്ട് ലാൻഡഡോ ഹാഡ് ചേർത്തിട്ട് ലാൻഡഡ് ഒന്നും ഇടതല്ലേ. ലാൻഡഡ് സബ്ജക്റ്റിൻ്റെ കൂടെ V2 വർബ്. ഇതാണ് സിമ്പിൾ പാസ്റ്റ്. ഡാഷ് യു സീ ഹിം യെസ്റ്റർഡേ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ക്ലൂ ഇല്ലേ? യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റേ വരുള്ളൂ. അപ്പോൾ സബ്ജക്റ്റായിട്ട് യു തന്നിനി, വർബ് അവർ സീന്ന് തന്നിനി. സീന്നല്ല തരേണ്ടത്, സോനായിടെ തരേണ്ടത്. വിട്ട ഭാഗം മുമ്പിലുണ്ട്. ക്വസ്റ്റ്യൻ വാചകത്തിൽ എപ്പോഴും മുമ്പിൽ വിട്ട ഭാഗം വരും. അവിടെ ഓക്സിലറി വർബ് എഴുതേണ്ടത്. സീ എന്നുള്ള ഇവിടെ തരേണ്ടത് സോ. സീ സോ ആവണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡിഡല്ലേ എഴുതൽ. സോന മുറിച്ചാലല്ലേ, സ്പ്ലിറ്റ് ചെയ്താലല്ലേ ഡിഡ് സീ കിട്ടുക. അപ്പോൾ ഓപ്ഷനിൽ അവർ ഡു തരുന്നു, ഡിഡ് തരുന്നു, ഹാവ് തരുന്നു, വുഡ് തരുന്നു, അല്ല സോറി വില്ല് തരുന്നു. പറ സി അല്ല ഇവിടെ തരേണ്ട, സോ. ഈ സോ ഇവിടെ തരുന്നതിന് പകരം സി തന്നാൽ അത് സോ ആവണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡിഡ് എഴുതിയാൽ പോരെ. ഡിഡ് സി അല്ല സോ. അപ്പോൾ ഇതാ ശരി. ഇതിലെ പാസ്റ്റ് വർബ് ഡിഡാണ്, അത് ശരി. രണ്ടാമത്തെ യൂസ് ഇതാണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ. ഇതിൻ്റെ മലയാളമാണ് ഭൂതകാലശീലം. ഭൂതകാലത്തിൽ എനിക്കൊരു ശീലമുണ്ടായിരുന്നു എന്നൊക്കെ ഏതെങ്കിലും ഒരു വാചകത്ത് പറയണമെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയണം. വർത്തമാനകാല ശീലങ്ങൾ എന്ന കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. ഞാനെന്നും രാവിലെ അമ്പലത്തിൽ പോകാറുണ്ട്, ഞാനെന്നും വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ട്, അവൻ പതിവായി പാട്ട് പാടാറുണ്ട്, അവൻ പതിവായി ഉറങ്ങാറുണ്ട്, ഉച്ചക്ക് ഉറങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനകാലത്തിലെ ശീലവാചകങ്ങളൊക്കെ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. എന്നാൽ ഭൂതകാലത്തിൽ എനിക്കൊരു ശീലമുണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ എന്നാണ് പറയൽ. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയണം. മനസ്സിലായില്ലെങ്കിൽ ഒരു PSCയുടെ ക്വസ്റ്റ്യൻ കണ്ടോ. റാണി ഡാഷ് സ്വീറ്റ്ലി ഇൻ ഹെർ യങ്ങർ ഡേയ്സ്. ഒരു വാക്കും കൂടിയുണ്ട്. റാണി യൂഷ്വലി ഡാഷ് സ്വീറ്റ്ലി ഇൻ ഹെർ യങ്ങർ ഡേയ്സ്. ഇതിലിപ്പോൾ ഒരു യൂഷ്വലി കാണുന്നുണ്ട്. യൂഷ്വലി കാണുമ്പം അതിൻ്റെ അർത്ഥമെല്ലാവർക്കും ഈ ക്ലാസ്സിൽ അറിയാം, പതിവായി എന്നാണ്. ആ വാക്ക് വരുമ്പോൾ എല്ലാവരും സിമ്പിൾ പ്രസൻ്റ് ആകുന്നത്. ഇപ്പോൾ ഓപ്ഷൻ കണ്ടോ, സിങ്, സിങ്സ്, സാങ്, ഈസ് സിംഗിങ്. ഏതൊക്കെയാ? സിങ്, സിങ്സ്, സാങ്, ഈസ് സിംഗിങ്. യൂഷ്വലി കാണുമ്പോൾ എല്ലാവരുടെ കൈയും സിങ്ങിലോ സിങ്സിലോ ആന്ന് പോല്. അപ്പോൾ റാണി ഏകവചനായതുകൊണ്ട് സിങ്സാന്ന് എല്ലാവരും എഴുതുക. പക്ഷെ എൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക,
ഈ സെൻറ്റൻസിൽ അവനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇൻ ഹേർ യങ്ങർ ഡേയ്സ്. അർത്ഥം എന്താ? അവളുടെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്തല്ല ചെറുപ്പകാലത്ത് റാണി പതിവായി മധുരമായി, സ്വീറ്റ് പറഞ്ഞാൽ മധുരമായി പാടുന്നുണ്ട് എന്നോ പറയുന്നത് പാടിയിരുന്നു എന്നോ, ചെറുപ്പത്തിൽ ഞാൻ മധുരമായി പാടുന്നു എന്നോ പറയില്ല പാടിയിരുന്നു. അപ്പം ചെറുപ്പത്തിലെ ശീലാണ്, ഭൂതകാലത്തിലെ ശീലാണ്, പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനാണ്. ഇവിടെ സിമ്പിൾ പ്രസൻ്റ് അല്ല, ഇതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ സാങ് എഴുതിയവർ ജയിച്ചു. സിങ്ങിൻ്റെയും സിങ്സിൻ്റെ ഒക്കെ V2 ഫോമായ പാസ്റ്റ് ഫോമായ സാങ് ആണ് ഇവിടെ വരിക. എന്നാൽ ഇവിടെ ഇൻഹേർ എങ്ങർ ഡേയ്സ് ഇല്ലെങ്കിലോ, റാണി യൂഷ്വലി ഡാഷ് സ്വീറ്റ്ലി എന്ന് മാത്രമേ ഉള്ളൂവെങ്കിലോ, അപ്പോൾ സിമ്പിൾ പ്രസൻറ്റാണ് വരിക. സിങ്ങോ സിങ്സോ വരാം, അതിൽ റാണി സിംഗുലറായതുകൊണ്ട് സിങ്സ്. ഇൻഹേർ എങ്ങർ ഡേയ്സ് ഇവിടെ ഇല്ല എങ്കിൽ യൂഷ്വലി ഇവിടെ വരുമ്പോൾ സിങ്സ് എന്ന് വരും. ഇൻഹേർ എങ്ങർ ഡേയ്സ് എന്ന ഭൂതകാല പരാമർശം ഇവിടെ വന്നതുകൊണ്ട് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷനായി, അപ്പോൾ ഇവിടെ സാങ് വരിക. ഇതൊക്കെ ഉണ്ടോ? മറ്റു കുട്ടികളും ഇങ്ങനെ കോച്ചിങ്ങിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ പഠിച്ചൊരു കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ ഇവിടെ മനസ്സിലാവുക. അവർ യൂഷ്വലി ജനറലി ഓൾവേസ് ഡെയിലി ഓഫൺ പണ്ട് സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ നിന്നേ പഠിക്കാൻ തുടങ്ങിയ, 10th അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ നിന്നേ പഠിക്കാൻ തുടങ്ങിയെന്ന് എല്ലാ ടീച്ചേഴ്സും എടുത്തു തന്നിട്ടുണ്ട്. ഹാബിച്വൽ ആക്ഷൻ വരുമ്പോൾ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് എഴുതണം, അപ്പോൾ സിങ്സ് എഴുതും. പക്ഷേ ഇതും കൂടി പഠിക്കണം നമ്മൾ. പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ ഇതുപോലെ ഭൂതകാലത്തിൽ ശീല പറയുന്നെങ്കിൽ, ഭൂതകാല പരാമർശമുള്ള ഏതെങ്കിലും ഒരു സമയവാക്കിലൊരു ശീലം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേ പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ സിങ്ങോ സിങ്സോ അല്ല സാങ് ആണ്. യെസ്. ഇനി ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സസൈസിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ 2 യൂസ്. ഒന്നേതാ? യെസ്റ്റർഡേ, എഗോ, ബിഫോർ, ഏർലിയർ, ദ പ്രീവിയസ്, ഇങ്ങനെ ഏതെങ്കിലും പഴയ വർഷങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ്. 2 പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ ഇങ്ങനെ വരുമ്പോഴും സിമ്പിൾ പാസ്റ്റ്. സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് വെർബ്, അതായത് V2. അപ്പോൾ പാസ്റ്റ് ടെൻസിലേക്ക് നമ്മൾ കയറി. ഒന്നായി സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ടെൻസിലെ 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രസൻറ്റ് ടെൻസ് 4 കംപ്ലീറ്റ് ചെയ്തു. പാസ്റ്റ് ടെൻസിൻ്റെ 1 കഴിഞ്ഞു, സിമ്പിൾ പാസ്റ്റ്. പിന്നെ പാസ്റ്റ് ടെൻസിലെ സെക്കൻഡ് 1, അത് നമ്മുടെ 6th 1. പ്രസൻറ്റ് ടെൻസിൻ്റെ 4, പാസ്റ്റ് ടെൻസിൻ്റെ 1, പാസ്റ്റ് ടെൻസിൻ്റെ അടുത്തത്, അപ്പോൾ 6ാമത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അറിയുന്നൊരു കുട്ടിക്കാണ് പാസ്റ്റ് കണ്ടിന്യൂസ് മനസ്സിലാവുക. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? പ്രസൻറ്റ് ടെൻസ് ആകുന്ന ഇപ്പോഴ്, വർത്തമാനകാലമാകുന്ന ഇപ്പോഴ് നാം ചെയ്യുന്ന കണ്ടിന്യൂസ് ആക്ഷൻ, പ്രോഗ്രസീവ് ആക്ഷൻ, തുടർച്ചയായി ചെയ്യുന്ന പ്രവൃത്തി, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ് പറഞ്ഞു. അത് സ്റ്റേബിൾ ആക്ഷനാണ്, വർത്തമാനകാലത്തെ ഉറപ്പുള്ള ഒരു പ്രവൃത്തിയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ സെൻറ്റൻസ് എഴുതുന്ന പാറ്റേൺ ആണ് സബ്ജക്റ്റ് പ്ലസ് ഈസ് എം ആർ പ്ലസ് ING വെർബ്, വെർബിൻ്റെ ING ഫോം. അതിന് മുമ്പിൽ ഈസോ ഏമോ ആറോ ഓക്സിലറി വെർബായിട്ട് എഴുതണം. അതിന് ടൈമിംഗ് വേർഡ്സും ഉണ്ട്. നൗ, ടുഡേ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, സ്റ്റിൽ. ഓക്കെ, ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിൽ തന്നെ മനസ്സിലാവും, ഭൂതകാലത്ത് തുടർച്ചയായി ചെയ്ത കാര്യം. വർത്തമാനകാലത്ത് തുടർച്ചയായി ചെയ്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂതകാലത്ത് നമ്മളൊരു കാര്യം തുടർച്ചയായി ചെയ്തിരുന്നു എന്നാരോടെങ്കിലും പറയണമെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പറയണം. വാചകഘടന സബ്ജക്റ്റിൻ്റെ കൂടെ വാസോ അല്ലെങ്കിൽ വേറോ ചേർത്തിട്ട് വെർബിൻ്റെ ING ഫോം. ING വേർബ് എന്ന് പറയുമ്പം എൻ്റെ യഥാർത്ഥ പേര് ഓർമ്മയുണ്ടല്ലോ, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വെർബ്. വെർബിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, വെർബിൻ്റെ ING ഫോം, റീഡിങ്, റൈറ്റിംഗ്, ഗോയിങ്, അങ്ങനെ. അത് വാസോ വേറോടുകൂടി എഴുതിയാൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയി. ഈസേമാറോടുകൂടി എഴുതിയാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. വാസോ വേറോടുകൂടി ING വെർബ് എഴുതിയാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയി. മനസ്സിലായില്ലെങ്കിൽ, ഹി വാസ് റീഡിങ് എ ബുക്ക്. അടുത്തത്
they were learning music. ഈ രണ്ട് സെൻറ്റൻസിലേക്ക് നോക്കി. സബ്ജക്റ്റായ ഹീക്ക് ശേഷം വാസിത ING വർഗിത, വാസും ING വർഗം. ഇവിടെ സബ്ജക്റ്റായ ദേക്ക് ശേഷം വേറിത ING വർഗിത. ദേ പ്ലൂറലായതുകൊണ്ട് വാസല്ല വേർ, സിംഗുലർ ആയതുകൊണ്ട് വാസ്. അർത്ഥം എന്തായിരിക്കും? അവൻ ഒരു പുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, അത് ഈസ് റീഡിങ്. വായിച്ചുകൊണ്ടേയിരുന്നു. ഇത് അവർ മ്യൂസിക്, സംഗീതം പഠിച്ചുകൊണ്ടേയിരുന്നു. അതായത് ഭൂതകാലത്ത് നാം ചെയ്ത തുടർച്ചയായ കാര്യം പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. വാചകഘടന സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ വാസ്, പ്ലൂറലാണെങ്കിൽ വേറെ ചേർത്തിട്ട് വെർബിൻ്റെ ING ഫോം മുതൽ. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഫോമാറ്റ്, അതിൻ്റെ ഘടനാരൂപം. ഇതൊഴികെ ബാക്കിയുള്ള 5 ടെൻസിൽ ഓരോന്നിനും ഞാൻ യൂസ് എന്നും പറഞ്ഞിട്ട് കുറേ ടൈമിംഗ് വേർഡ്സ് പറഞ്ഞിരുന്നു. അതിൽ സിമ്പിൾ പ്രസൻറ്റിന് കുറേ യൂസ് തന്നെ ആയിട്ടാണ് പറഞ്ഞത്. ഇതിന് കുറേ ബാക്കിയെല്ലാത്തിനും ടൈമിംഗ് വേർഡ്സ് പറഞ്ഞു തന്നിരുന്നത്. എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് അങ്ങനെ ഒരു സമയപദമില്ല. ഇത് ഉപയോഗിക്കൽ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യണം. അതിലൊരു യൂസ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞുതരാം. അതായത് ഇതാണ് ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാറുണ്ട് സാധാരണ. ഇതാണ് എക്സാമിന് അധികം ചോദിക്കുക. ഇത് തന്നെയാണ്, ഇതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുക ഇപ്പോൾ ഈ പറയാൻ പോകുന്നതിരുന്ന് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളിപ്പോൾ ഒരാളോടൊരു സെൻറ്റൻസ് പറയുമ്പോൾ ആ സെൻറ്റൻസിന് 2 പാർട്സ് ഉണ്ട് എന്ന് വിചാരിച്ചോ, 2 ഭാഗം, 2 ഭാഗമുള്ള ഒരു നീണ്ട സെൻറ്റൻസാണ് പറയുന്നത് വിചാരിച്ചോ. അതിൻ്റെ ഒരു പാർട്ട് സിമ്പിൾ പാസ്റ്റ് ആയാൽ അടുത്ത ഭാഗം ഏത് എന്നുള്ളൊരു ചോദ്യം വേണ്ട, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് യൂസ്ഡ് ആസ് ദ പെയർ ഓഫ് സിമ്പിൾ പാസ്റ്റ് എന്ന് വേണം പറയാം, അല്ല ആസ് ദ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ പാസ്റ്റ് എന്ന് വേണം പറയാം. സിമ്പിൾ പാസ്റ്റിൻ്റെ കോമ്പിനേഷനായിട്ട് അല്ലെ പെയറായിട്ട്, ജോഡിയായിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ കോമ്പിനേഷനായിട്ട്, കൂട്ടുകെട്ടായിട്ടാണ് എപ്പോഴും വരാറ്. മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ബോർഡിൽ എഴുതാം. സി, when I went there yesterday, he dashed a book. ഒരു ക്വസ്റ്റ്യനായിട്ടാണ് തരുന്നത്. വെൻ ഐ വെൻറ്റ് ദർ യെസ്റ്റർഡേ ഹി ഡാഷ് എ ബുക്ക്. ഈ സെൻറ്റൻസിൻ്റെ 2ാം ഭാഗത്താണ് വിട്ട ഭാഗം ഇതെവിടെ. ഇനി ഞാൻ 4 ഓപ്ഷൻ തരാൻ പോകുന്നു. പക്ഷേ ഞാൻ ഓപ്ഷൻ തരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ ഒന്ന് ക്ഷണിക്കുമായിരുന്നു കേട്ടോ. ഈ സെൻറ്റൻസിൻ്റെ വ്യാകരണ ഘടന നോക്കി. വിട്ടഭാഗമുള്ള ഭാഗം ഇതാണ്. ഞാൻ പറഞ്ഞു വിട്ടഭാഗമുള്ളൊരു ക്വസ്റ്റ്യൻ PSCക്ക് വന്നാൽ ആ വിട്ടഭാഗത്തിൻ്റെ മുന്നിലോ പിന്നിലോ ഉള്ള വാക്കുകളിൽ ഇംഗ്ലീഷ് ഗ്രാമർ പറയുന്ന എന്തെങ്കിലും ഒരു സൂചനയുണ്ടാവും. ഈടെ വിട്ടഭാഗത്തിൻ്റെ മുമ്പിലൊരു ഹീയ ഉള്ളത്, അതൊരു ക്ലൂ അല്ല എന്ന് പറഞ്ഞുകൂടാ. ഇവിടുത്തെ സബ്ജക്റ്റാണ്, സെക്കൻഡ് പാർട്ടിലെ കർത്താവാണ്. പക്ഷേ ഞാൻ തരാൻ പോകുന്ന 4 ഓപ്ഷനും ഹീനെ സ്വീകരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതൊരു കാര്യമായൊരു ശക്തമായൊരു ക്ലൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് വാചകത്തിലൊരു പ്രധാന ഘടകം തന്നെ സബ്ജക്റ്റാണ്. 2ാം ഭാഗത്തെ കർത്താവാണ് ഹീ, അവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളാണ് 2ാം ഭാഗം കൊണ്ടുപോകുന്നത്. ഇനി വിട്ടഭാഗത്തിന് ശേഷം ഒരു എ ബുക്കുണ്ട്, ഒരു സമയവാക്കോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഒരു ഹിൻറ്റും തരാത്ത, ഒരു ക്ലൂവും തരാത്തൊരു പാർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഫസ്റ്റ് പാർട്ടിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ നോക്കാല. ഉണ്ട്. ഫസ്റ്റ് പാർട്ടിലൊരു വെൻ കാണാം, ഒരു കഞ്ചങ്ഷനാണ്, കൊറിലേറ്റീവാണ്. അപ്പോൾ എന്നർത്ഥത്തിൽ ഈ 2 സെൻറ്റൻസിനെയും കണക്ട് ചെയ്തതാണ് വെൻ. ആ വെൻ അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഒരു ഐ കാണാം, കക്ഷിയാണ് വെൻ്റെന്ന പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് എടുത്ത സബ്ജക്റ്റാണ്. വെൻ്റാണ് കക്ഷി ചെയ്ത പ്രവൃത്തി, അത് വർബ്.
എനിക്ക് ഗ്രാമർ അറിയുന്ന കുട്ടി നോക്ക്. വെൻറ്റ് എന്ന വെർബ് ഗോ എന്ന അല്ലെങ്കിൽ ഗോ അല്ലെങ്കിൽ ഗോസ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ്, V2 ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ ഘടന സബ്ജക്റ്റിൻ്റെ കൂടെ V2 വെർബാണ് തന്നിട്ടുള്ളത്. അത് തരാനുള്ള കാരണം ഇവിടെ എസ്റ്റർഡേ എന്ന സമയവാക്കുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു. ഭൂതകാല സമയവാക്ക് വരുമ്പം ആ ഭാഗം സിമ്പിൾ പാസ്റ്റിലേ പറഞ്ഞോളൂ. അപ്പോൾ എല്ലാം കൊണ്ടൊരു പ്യുവർ, വളരെ ശുദ്ധിയുള്ളൊരു ഭാഗമാണ് ഫസ്റ്റ് പാർട്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലായില്ല. ഇതാ എസ്റ്റർഡേ എന്ന ടൈമിംഗ് വേർഡ് വരുന്നതുകൊണ്ട് സബ്ജക്റ്റിൻ്റെ കൂടെ V2 വെർബ്, അതായത് പാസ്റ്റ് വെർബ് തന്നിന് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതല്ലേ, സെൻറ്റൻസിൻ്റെ രണ്ടാം ഭാഗം വിട്ടിട്ടുണ്ട്, ഒന്നാം ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നിട്ടുണ്ട്. ഞാൻ സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസിൽ ഇപ്പോൾ പറഞ്ഞ് എടുത്തു അത്രേ, പറഞ്ഞ് കൈയെടുത്തു അത്രയും. എന്താ പറഞ്ഞത്? ഒരു സെൻറ്റൻസിന് രണ്ട് ഭാഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അതിൻ്റെ ജോഡി ഏതെന്ന് ചോദിക്കണ്ട, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വാസോ വേറോ ചേർത്തിട്ട് ING വെർബുള്ള ഭാഗമായിരിക്കും മറ്റേത്. അപ്പോൾ ഓപ്ഷൻ ഇതാ എ, ഈസ് റീഡിങ്. ബി, വാസ് റീഡിങ്. സി, റീഡ്. ഡി, റീഡ്സ്. ഇതിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഏതാ? വാസോ വേറോ ചേർത്തിട്ട് ING ഉള്ള രൂപം. ഹീയ നാട് വിട്ട ഭാഗത്തിൻ്റെ മുമ്പിലുള്ള സബ്ജക്റ്റ്, അപ്പോൾ അതിൻ്റെ കൂടെ വാസ് ING വെർബ്, അപ്പോൾ വാസ് റീഡിങ്. ഈ ബി എന്നുള്ള ഉത്തരമാണ് ശരി. ഇത്ര എളുപ്പമായി നോക്കി. ഒരു നീണ്ട സെൻറ്റൻസിൽ ഒരു പാർട്ട് ഇതുപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നാൽ അത് നോക്കിയാൽ തിരിയില്ലേ, ഇതാ സബ്ജക്റ്റിൻ്റെ കൂടെ പാസ്റ്റ് വെർബ്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് പാസ്റ്റ് കണ്ടിന്യൂസ്ലി വരുള്ളൂ. വാസോ വേറോ ചേർത്തിട്ട് ING വെർബുള്ള ഉത്തരം. ഇവിടെ ഇപ്പോൾ ഹി സിംഗുലർ ആയതുകൊണ്ട് വാസ് തന്നെ, വാസ് ING, വാസ് റീഡിങ്. ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻസായി PSC എക്സാമിന് വരുന്നു. മിസ്റ്റർ മേനോൻ ഡാഷ് ദ റോഡ് വൈൽ എ കാർ knocked him down. Knocked him down. നാല് ഓപ്ഷൻസ് ഞാൻ എഴുതാം. എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, അല്ലാണ്ട് ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതി കൂടുള്ളൂ. ഇവിടെ വിട്ട ഭാഗം സെൻറ്റൻസിന് ലെങ്ത്ത് കൂടുതലുണ്ട്, വലുപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതിന് രണ്ട് പാർട്സ് ഉണ്ടോ നോക്കാൻ വാചകത്തിലേക്ക് വായിക്കാല. മിസ്റ്റർ മേനോൻ കഴിഞ്ഞിട്ട് ഡാഷ്, പിന്നെ ദ റോഡ്, പിന്നെ ഇവിടെ ഒരു വൈൽ എന്നുള്ള വാക്ക് കാണാം. വെന്നും വൈലൊക്കെ രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. വെൻ കണ്ടിട്ടില്ല നേരത്തെ സെൻറ്റൻസിൻ്റെ മുമ്പിൽ വന്നിട്ട്, അത് ചിലപ്പോൾ സെൻറ്റൻസിൻ്റെ മധ്യത്തിലും വരും. അതിൽ വൈൽ സമയത്ത് എന്നുള്ള അർത്ഥമുള്ളൊരു വാക്കാണ് വൈൽ. ആ വൈൽ ഒന്നുകിൽ സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലോ അല്ലെങ്കിൽ മിഡിലിലോ വരും. അതിന് രണ്ട് സെൻറ്റൻസിനെ കണക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. കൺജങ്ഷൻ ലിസ്റ്റിൽ വരുന്നൊരു സാധനമാണ്, അല്ല വാക്കാണ് വൈൽ. ആ വൈൽ ഇവിടെ എന്താ ചെയ്തത്? എ കാർ നോക്ക്ഡ് ഹിം ഡൗൺ എന്ന ഭാഗത്തെയും മിസ്റ്റർ മേനോൻ ഡാഷ് ദ റോഡ് എന്ന ഈ ഭാഗത്തെയും കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്ത സെൻറ്റൻസിനെ വൈൽ കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ വൈലിൻ്റെ മുമ്പിലൊരു ഭാഗം, വൈലിന് ശേഷം ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പോരെ. ആ വൈലിന് ശേഷമുള്ള ഭാഗത്ത് കാറാണ് പ്രവൃത്തി ചെയ്തത്. ഏത് പ്രവൃത്തി? നോക്ക്ഡ്. നോക്ക്ഡ് എന്ന് വായിക്കല്ലേ, കെ സൈലൻ്റാണ് ഇവിടെ. നോക്ക്ഡ് ഹിം ഡൗൺ. നോക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു വർബുണ്ട് ഇംഗ്ലീഷിൽ, ഒരു ക്രിയ, ഒരു പ്രവൃത്തിയുണ്ട്. അതിൻ്റെ അർത്ഥം തട്ടിയിടൽ. ഒന്നിനെ തട്ടിയിടുന്നതിനാണ് നോക്ക് ഡൗൺ. നോക്ക് എന്ന് തന്നെ കേട്ടില്ല നിങ്ങൾ? മുട്ടുക. കാർ അവനെ മുട്ടിയിട്ടു. മുട്ടിയിട്ടു പറഞ്ഞാൽ തട്ടിയിട്ടു. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ല വെർബാണ് നോക്ക്ഡ് ഡൗൺ. നോക്ക് എന്ന് മാത്രം എടുത്താലും മതി, നോക്ക് ഡൗൺ എന്നാണ് ഫുള്ള്. അപ്പോൾ ഇടാ കാറ് ചെയ്ത പ്രവൃത്തിയാണ് നോക്ക്ഡ്. നോക്ക്ഡ് എന്ന വെർബ് അതിൻ്റെ രൂപത്തിൽ തന്നെ മനസ്സിലായി, അത് പാസ്റ്റ് വെർബാണ്. KNOCK നോക്ക്, മുട്ടുക അല്ല തട്ടുക. അതിൻ്റെ V2 ഫോമാണ് നോക്ക്ഡ്, V3 ഫോമും നോക്ക്ഡ് തന്നെയാണ്. അപ്പോൾ V1 ആണ് നോക്ക്, V2 ആണ് നോക്ക്ഡ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റായ കാറിന് ശേഷം V2 വെർബാ തന്നിനി, പാസ്റ്റ് വെർബാ തന്നിനി.
എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഒരു പാർട്ട് സിമ്പിൾ പാസ്റ്റ് തന്നിട്ട് അതേ സെൻറ്റൻസിൻ്റെ അടുത്ത പാർട്ട്, നേരത്തെ അത് പറകിലാണ്ട, ഇത് ഇപ്പം മുമ്പിൽ എവിടെയെങ്കിലും വന്നോട്ടല്ലോ, സെൻറ്റൻസിൻ്റെ അടുത്ത പാർട്ട് ഏത് ടെൻസിൽ എഴുതണമെന്നാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത്. അറിയോ പറ? സിമ്പിൾ പാസ്റ്റിൻ്റെ പെയർ എപ്പോഴും, കോമ്പിനേഷൻ എപ്പോഴും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ വാസോ വേറോ ചേർത്തിട്ട് ING വെർബുള്ള ഉത്തരവുണ്ടോ, അതാണ് ശരി ഉത്തരം, അതാണ് കറക്റ്റ് ആൻസർ. ഇതാ എ, ഈസ് ക്രോസിംഗ്. ബി, ക്രോസ്ഡ്. സി, വാസ് ക്രോസിംഗ്. ഡി, ക്രോസസ്. പറ. സിമ്പിൾ പാസ്റ്റ് ആയതാ നോക്ക്, സബ്ജക്റ്റിന് ശേഷം പാസ്റ്റ് വെർബ്. അപ്പം അതിൻ്റെ പെയർ ഏതെന്ന് ചോദിച്ചാൽ പാസ്റ്റ് കണ്ടിന്യൂസ്, വാസോ വേറോ ചേർത്തിട്ട് ING വെർബ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടെ സി ആണ് ഉത്തരം, വാസ് ക്രോസിംഗ്. ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ നോക്കുന്ന രീതി കണ്ടില്ല, അതുപോലെ നിങ്ങൾ നോക്കണം. വിട്ട ഭാഗമുള്ള ഭാഗം നോക്കുക, എന്നിട്ട് അവിടെയൊന്നും ക്ലൂ ഇല്ല. ഇവിടെ മിസ്റ്റർ മേനോനാണ്, പിന്നെ ഒരു റോഡാണ്, അത് രണ്ടും ഈ 4 ക്രിയകൾ എഴുതാനുള്ള ഒരു ക്ലൂ അല്ല. മിസ്റ്റർ മേനോൻ ഈസ് ക്രോസിങ്ങിനും സ്വീകരിക്കും, ക്രോസ്ഡിനും സ്വീകരിക്കും, വാസ് ക്രോസിങ്ങിനും സ്വീകരിക്കും, ക്രോസസിനും സ്വീകരിക്കും. അതുകൊണ്ട് മിസ്റ്റർ മേനോൻ എടുത്ത സബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായാലും അത് ഉത്തരെഴുതാനുള്ള ഒരു സൂചനയല്ല, ഒരു ക്ലൂ അല്ല, ഒരു ഹിൻ്റ് അല്ല. പിന്നെ വിട്ടഭാഗത്തിന് ശേഷം തന്ന റോഡും ഒരു ക്ലൂ അല്ല. അപ്പം പിന്നെ രക്ഷയില്ല. ഫസ്റ്റ് പാർട്ടിൽ ഏത് ആൻസർ എഴുതണമെന്ന് കാണിക്കാൻ അവിടെ ഒരു സൂചനയും തന്നിട്ടില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുമ്പം വൈൽ എന്ന കഞ്ചങ്ഷനിലെ ഘടകം അത് ഇതിനെ ഘടിപ്പിച്ച വാക്കാന്ന് മനസ്സിലായി. അതിന് ശേഷം ഇതാ കാർ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, നോക്ക്ഡ് ഡൗൺ, തട്ടിയിടൽ എന്നുള്ള പ്രവൃത്തി. അപ്പോൾ കാറ് രണ്ടാം ഭാഗത്തെ പ്രവൃത്തി ചെയ്ത വാക്കാണ് സബ്ജക്റ്റ്. കാറ് ചെയ്ത പ്രവൃത്തിയാണ് നോക്ക്ഡ്, അതിനെ വെർബ് എന്ന് വിളിക്കും. നോക്കോ നോക്സോ ആണെങ്കിൽ പ്രസൻറ്റ് വെർബായിരിക്കും, സിമ്പിൾ പ്രസൻ്റ് ആവും. അന്നേരം ഇത് നോക്ക്ഡ് ആണ്, അപ്പോൾ സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ചോദ്യം പച്ചയായി ചോദ്യകർത്താവ് ചോദിക്കുകയെന്ന്, ഞാനൊരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം നിനക്ക് ഇതുപോലെ സിമ്പിൾ പാസ്റ്റ് തന്നാൽ നീ അതേ സെൻറ്റൻസിൻ്റെ മറ്റേ പാർട്ട് നിനക്ക് ഏതിൽ തരും? പാസ്റ്റ് കണ്ടിന്യൂസ്. കാരണം സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് കണ്ടിന്യൂസും കോമ്പിനേഷനായിട്ട്, കൂച്ചുമായിട്ട്, കൂട്ടുകെട്ടായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ യൂസ്. ക്ലാസ് എടുക്കുന്ന വേളയിൽ, നേരിട്ട് ക്ലാസ് നമ്മൾ എടുക്കുന്ന വേളയിൽ ഇങ്ങനത്തെ കുറേ 5-10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോഴതിൻ്റെ ആ ഒരു ടെക്നിക്ക് മാത്രം മനസ്സിലാക്കുക. ഇതാണിത്. ഞാൻ 2 ക്വസ്റ്റ്യൻ കാണിച്ചു, ഇന്ന് ക്ലിയർ ആവണം. ഇനി ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിലും വരാൻ സാധ്യതയുണ്ട്, അപ്പോഴും നോക്കുക നിങ്ങൾ. ഗോപി Gobi comes to home very early. അടുത്തത്, but yesterday he was late. അടുത്തത്, his mother dashed him at the gate. Okay. Gobi comes to home. Gobi comes to home very early. ഇത് ഒരു വാചകം, ഒരു സെൻറ്റൻസ്. But yesterday he was late. A second sentence. His mother dashed him at the gate. This is the third sentence. ഇതാണ് ഒരു കൊല്ലത്തെ PSC ക്വസ്റ്റ്യൻ. ഈ അസിസ്റ്റൻറ്റ് ഗ്രേഡിനോ ഏതോ ഡിഗ്രി തല PSCക്ക് ചോദിച്ചതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റോ അസിസ്റ്റൻറ്റ് ഗ്രേഡോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അതിനേതോ ഒന്നിനാണ്. ഇനി ക്വസ്റ്റ്യനിലേക്കൊന്ന് പോവാലോ. വിട്ടവാകതകിടയില്ലത്, മറ്റേടെയും വിട്ടവാകില്ല. അപ്പോൾ ഇവിടെ എന്ത് ആൻസർ എഴുതണം എന്നുള്ളത് കാണിക്കാൻ, ഈ തരാൻ പോകുന്ന 4 ഓപ്ഷനിൽ ഏത് ആൻസർ എഴുതണം എന്ന് കാണിക്കാൻ അവർ തന്ന ചില ഹിൻഡ്, ചില ക്ലൂ ആണ് ഫസ്റ്റും സെക്കൻഡുമായ സെൻറ്റൻസ്. ഗ്രാമർ അറിയുന്നൊരു കുട്ടി ആ സെൻറ്റൻസിലേക്ക് നോക്കാല, അല്ലാണ്ട് ഇങ്ങനെ വായിച്ചു പോകുന്ന ആൾ പിന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല.
ഒന്നാമത്തെ സെൻറ്റൻസിൽ ഗോപി ചെയ്ത പ്രവൃത്തിയാണ് കംസ്. അപ്പോൾ ഗോപി ഇവിടുത്തെ സബ്ജക്റ്റും കംസ് ഇവിടുത്തെ വർബുമാണ്. ഇനി ഏതൊരു വർബിൻ്റെയും ബേസ് രൂപമല്ലേ കം, അതുപോലെ എസ് ഉള്ള രൂപമല്ലേ കംസ്. അങ്ങനെയുള്ള വർബിനെ പ്രസൻറ്റ് വർബ് എന്നാണ് പറയൽ, വർത്തമാനകാല ക്രിയ. അത് സബ്ജക്റ്റിൻ്റെ കൂടെ നേരിട്ട് വന്നാൽ ആ ഭാഗം സിമ്പിൾ പ്രസൻറ്റൻസിലാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് തന്നത്. ഗ്രാമർ ഭാഷയിൽ സംസാരിക്കുകയെന്നേ ഈ തന്ന ചോദ്യത്തിലെ ഒന്നാമത്തെ വാചകം സിമ്പിൾ പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. ഇനി അർത്ഥതലങ്ങളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം എന്തായിരിക്കും? ഗോപി വളരെ നേരത്തെ വീട്ടിലെത്തുന്നു. വേണമെങ്കിൽ ഗോപി യൂഷ്വലി എന്നും കൂടെ ആയിക്കോട്ടെ. ഇതാ ഗോപി യൂഷ്വലി കംസ് ടു ഹോം വെരി ഏർലി. ഗോപി പതിവായി വളരെ നേരത്തെ വീട്ടിലെത്താറുണ്ട്. അർത്ഥം മനസ്സിലായില്ലേ? അടുത്തത് യൂഷ്വലി അവിടെ തന്നിട്ടില്ലെങ്കിലും സിമ്പിൾ പ്രസൻറ്റൻസ് വാചകം പതിവായി ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്നതാണ്. അവിടെ അപ്പോൾ യൂഷ്വലി അവർ തന്നിട്ടില്ലെങ്കിൽ ആ അർത്ഥം അവിടെ വരും. യെസ്. അടുത്ത ബസ്റ്റ്. യെസ്റ്റർഡേ ഹി വാസ് ലേറ്റ്. അതിൻ്റെ ഗ്രാമർ ആദ്യം നോക്കാല. ബട്ട് കഴിഞ്ഞിട്ടൊരു യെസ്റ്റർഡേ, അത് കഴിഞ്ഞിട്ട് ഹീ, പിന്നെ വാസ്. അപ്പോൾ ഹീ ആണ് രണ്ടാമത്തെ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. വാസാണ് ഇവിടുത്തെ വർബ്. ഓക്സിലറി വർബാണെങ്കിലും വേറെ വർബില്ലാത്തതുകൊണ്ട് വാസാണ് ഇവിടുത്തെ പ്രധാന വർബ്. വാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം V2 വർബാണ്. വീസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റാണ് വാസ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ V2 തന്നു, അതായത് സിമ്പിൾ പാസ്റ്റാണ് രണ്ടാം ഭാഗം. അതെ, യെസ്റ്റർഡേ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് അല്ലേ വരുള്ളൂ. യെസ്റ്റർഡേ പറഞ്ഞാൽ ഇന്നലെ എന്നല്ലേ. ഇനി അർത്ഥം എന്താ? ഗോപി പതിവായി വളരെ നേരത്തെ വീട്ടിലെത്താറുണ്ട്. പക്ഷെ ഇന്നലെ, ബട്ട് യെസ്റ്റർഡേ പറഞ്ഞാൽ പക്ഷെ ഇന്നലെ അവൻ വൈകിയിരുന്നു. വാസിൻ്റെ അർത്ഥം ആയിരുന്നു, വൈകിയിരുന്നു. അപ്പോൾ പതിവായി ഗോപി വീട്ടിലെത്താറുണ്ട് നേരത്തെ, പക്ഷെ ഇന്നലെ അവൻ വൈകിയിരുന്നു. രണ്ട് ഭാഗവും ക്ലിയർ ആയില്ലേ? ഇനി തേർഡ് സെൻറ്റൻസ്, അതാണ് നമ്മുടെ വിട്ടഭാഗമുള്ളത്. ഹിസ് മദർ ഡാഷ് ഹിം അറ്റ് ദ ഗേറ്റ്. അവൻ്റെ അമ്മ അവനെ ഗേറ്റിൽ ഡാഷ്. ഇനി ഞാൻ ഓപ്ഷൻ തരാം. എ വെയിറ്റഡ്, ബി വെയിറ്റ്സ്, സി ഈസ് വെയിറ്റിംഗ്, ഡി വാസ് വെയിറ്റിംഗ്. എന്തായിരിക്കും? പതിവായി നേരത്തെ എത്തുന്ന ഗോപി ഇന്നലെ വൈകി. അപ്പോൾ അവൻ്റെ അമ്മ അവനെ ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ചെയ്ത തുടർച്ചയായ ആക്ഷനാണ് നമ്മയത്. ഇതിപ്പോൾ നോക്കിയാൽ നേരത്തെ പോലെ ഒരു ഭാഗം സിമ്പിൾ പാസ്റ്റ് തന്ന് മറ്റേ ഭാഗം പാസ്റ്റ് കണ്ടിന്യൂസ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത്. അതാ പറഞ്ഞ് ചോദ്യത്തിൻ്റെ പാറ്റേൺ പല രീതിയിലും മാറും. അപ്പോൾ നമ്മൾ ബോധ മനസ്സ് ഉപയോഗിക്കണം. ഇന്നലെ അവൻ വൈകിയിരുന്നുവെങ്കിൽ ഇന്നലെ ചെയ്ത പ്രവൃത്തിയായിരിക്കുമല്ലോ അവൻ്റെ അമ്മ ഗേറ്റിൻ്റെ അടുത്ത് അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കൽ. വൈകുമ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടാവൂലേ. അപ്പോൾ ഇന്നലെ ചെയ്ത കണ്ടിന്യൂസ് ആക്ഷനാണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആക്ഷനാണ്. അപ്പോൾ ഇവിടെ വാസ് വെയിറ്റിംഗ് ആണ് ഉത്തരം. യെസ്, മനസ്സിലായില്ലേ? ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഘടനയും ക്വസ്റ്റ്യനും. കൂടുതൽ ചോദ്യങ്ങൾ എക്സസൈസിൽ ഞാനങ്ങ് തരും. അപ്പോൾ പഠിക്കാം.